Good day to all of you. Welcome to Easy Physics. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. തിയറി ടോപ്പിക്സ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒക്കെ ഒന്ന് കാണണം. അതുപോലെ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള കുറച്ച് പ്രോബ്ലംസും നമ്മൾ സോൾവ് ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു 3 എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഈ 3 ചോദ്യങ്ങളും ബോർഡ് എക്സാമിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഈ 3 ക്വസ്റ്റ്യൻസും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം അതുപോലെ അതിന്റെ പ്രൂഫും പഠിച്ചിരുന്നു. എല്ലാവർക്കും ഓർമ്മ കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം? ദ ടോട്ടൽ മൊമെന്റം ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. അതായത് ഒന്നിൽ കൂടുതൽ വസ്തുക്കൾ ഒരു ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാണെങ്കിൽ അത് ചിലപ്പോൾ കൊളീഷൻ ആയിരിക്കാം. അങ്ങനെ വരുമ്പോ ഈ ഇവന്റിന് മുന്നേയും ശേഷവുമുള്ള മൊമെന്റത്തിന്റെ സം ഈക്വൽ ആയിരിക്കും. ഇപ്പൊ നമ്മൾ 2 വസ്തുക്കൾ എടുക്കുകയാണെന്ന് വിചാരിക്കാം. എ എന്നും ബി എന്നും വിചാരിക്കാം, അല്ലെങ്കിൽ 1, 2 എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ 2 വസ്തുക്കളുടെയും മൊമെന്റം ബിഫോർ കൊളീഷൻ must be equal to sum of the momentum after collision. മാത്തമാറ്റിക്കൽ ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൂടെ. ഒന്ന് ഓർത്ത് വെക്കുക, എന്താണ് m1u1 പ്ലസ് m2u2. ഇതിനെയാണ് നമ്മൾ സം ഓഫ് ദ മൊമെന്റം ബിഫോർ കൊളീഷൻ എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം മൊമെന്റത്തിന്റെ ഫോർമുല മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. യു എന്ന് ഉദ്ദേശിക്കുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്. അപ്പോൾ m1u1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ മൊമെന്റം ഓഫ് ദ ഫസ്റ്റ് ഒബ്ജക്ട്. m2u2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ മൊമെന്റം ഓഫ് ദ സെക്കൻഡ് ഒബ്ജക്ട്. അപ്പൊ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ. ഇനീഷ്യൽ എന്ന് വെച്ചാൽ എന്താ? ഇവന്റ് നടക്കുന്നതിനേക്കാളും മുന്നേയുള്ള മൊമെന്റത്തിന്റെ സം മസ്റ്റ് ബി ഈക്വൽ ടു v1 v2 എന്നൊക്കെ പറയുന്നത് ഫൈനൽ വെലോസിറ്റി ഓഫ് ഫസ്റ്റ് ആൻഡ് ദ സെക്കൻഡ് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ m1 v1 നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? ഫൈനൽ മൊമെന്റം ഓഫ് ദ ഫസ്റ്റ് ഒബ്ജക്ട്. m2 v2 എന്ന് പറയുന്നത് ഫൈനൽ മൊമെന്റം ഓഫ് ദ സെക്കൻഡ് ഒബ്ജക്ട്. അപ്പോൾ ഇത് നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൂടെ പഠിച്ചതാണ്. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റവും അതിന്റെ മാത്തമാറ്റിക്കൽ ഫോർമുലേഷനും. m1u1 പ്ലസ് m2u2 ഈക്വൽ ടു m1v1 പ്ലസ് m2v2. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ പ്രോബ്ലവും ചെയ്യാനായിട്ട് ഈ ഒരൊറ്റ ഫോർമുല ഓർത്തിരുന്നാൽ മതി. m1u1 പ്ലസ് m2u2 ഇസ് ഈക്വൽ ടു m1v1 പ്ലസ് m2v2. അപ്പൊ നമുക്ക് ചോദ്യത്തിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. A bullet of mass 20 gram is horizontally fired with a velocity of 150 meter per second from a pistol of mass 2 kg. What is the recoil velocity of the pistol? അപ്പൊ ഇവിടെ ഒരു ബുള്ളറ്റും പിസ്റ്റളും ഇതാണ് 2 വസ്തുക്കൾ. അപ്പൊ നമുക്ക് 1, 2 എന്ന് പറയുന്നതിനേക്കാളും ഭേദം കുറച്ചും കൂടെ എളുപ്പത്തിൽ ഓർത്ത് വെക്കാൻ വേണ്ടി ബുള്ളറ്റിന് ഞാൻ ബി എന്ന് പേര് കൊടുക്കാം, പിസ്റ്റളിന് പി എന്ന് പേര് കൊടുക്കാം. അപ്പൊ ബുള്ളറ്റ് ഓഫ് മാസ് 20 gram എന്ന് പറയുമ്പോൾ മാസ് ഓഫ് ബുള്ളറ്റ് ഞാൻ ഇവിടെ mb എന്ന് എഴുതുന്നു. നിങ്ങൾക്ക് m1 m2 എന്ന് എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈക്വൽ ടു 20 gram. ഗ്രാം എന്ന് പറയുന്നത് SI യൂണിറ്റ് അല്ല. SI യൂണിറ്റ് ഓഫ് മാസ് ഇസ് കിലോഗ്രാം. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ആദ്യം തന്നെ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ എന്താ വരുന്നത്? 0.02 കിലോഗ്രാം ആണ് മാസ് ഓഫ് ദ ബുള്ളറ്റ്. ഈസ് ഫയർഡ് ഹൊറിസോണ്ടലി വിത്ത് എ വെലോസിറ്റി ഓഫ് 150 മീറ്റർ പെർ സെക്കൻഡ്. നമുക്കറിയാം ഒരു ബുള്ളറ്റ് പിസ്റ്റളിൽ നിന്ന് ഫയർ ചെയ്യുമ്പോൾ ബിഫോർ ഫയറിംഗ് ബുള്ളറ്റ് റെസ്റ്റിലായിരിക്കും, അതുപോലെ തന്നെ പിസ്റ്റളും റെസ്റ്റിലായിരിക്കും. അപ്പോൾ ബുള്ളറ്റ് ആൻഡ് പിസ്റ്റൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 2 വസ്തുക്കളുടെയും ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. കാരണം ഫയർ ചെയ്യുന്നതിനേക്കാൾ മുന്നേ ബുള്ളറ്റ് റെസ്റ്റിലാണ്, അതുപോലെ തന്നെ പിസ്റ്റളും റെസ്റ്റിലാണ്. അപ്പൊ നമുക്ക് 2 കാര്യങ്ങൾ ഇവിടുന്ന് എഴുതി വെക്കാം. ആദ്യം തന്നെ UB, ദാറ്റ് ഈസ് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ പിസ്റ്റൾ ഇസ് 0. അതുപോലെ UP, ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് ആസ് വെൽ ആസ് ദ പിസ്റ്റൾ ഇസ് 0. ഓക്കെ, അപ്പൊ ഈ 2 കാര്യങ്ങൾ എഴുതി വെച്ചു. ഇനി ബുള്ളറ്റ് ഫയറിംഗ് സ്പീഡ് പറഞ്ഞിട്ടുണ്ട്. ഫയറിംഗ് സ്പീഡ് എന്ന് വെച്ചാൽ ആഫ്റ്റർ ഫയറിംഗ് ബുള്ളറ്റ് മൂവ് ചെയ്യുന്നത് 150 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ്. അപ്പോൾ V, ഫൈനൽ വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് ഇസ് 150
meter per second. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫൈനൽ വെലോസിറ്റി ഓഫ് ദ പിസ്റ്റൾ. അതിനുവേണ്ടി മാസ് ഓഫ് ദ പിസ്റ്റളും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. MP എന്ന് എഴുതാം മാസ് ഓഫ് ദ പിസ്റ്റളിന്. അത് 2 കിലോഗ്രാം ആണ്. VP ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ ഫോർമുല എഴുതാമല്ലോ. M1U1 എന്നൊക്കെ എഴുതുന്നതിനേക്കാളും പകരം ഞാനിവിടെ എഴുതാൻ പോകുന്നത് MB/UB plus MP/UP is equal to MB/VB plus MP/VP. ഇവിടെ UB and UP 0 ആണ്. അതുകൊണ്ട് തന്നെ ഈ ടേം മൊത്തത്തിൽ 0 ആയി പോകും. കാരണം UB 0 ആണ്. അപ്പൊ 0ന് നമുക്ക് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 0 ആണല്ലോ വരുന്നത്. അപ്പൊ ആ ഒരു ടേം മൊത്തത്തിൽ 0 ആയി പോയി. ഇനി ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെയാ VP കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഈ ഇക്വേഷൻ നമുക്ക് ട്രാൻസ്പോസ് ചെയ്യാം അല്ലെ. ഇതിനെ LHSലോട്ട് കൊണ്ടുപോകുമ്പോൾ -MB/VB ആവും. അപ്പൊ VP is equal to -MB/VB divided by MP, mass of the pistol. ഇനി നമുക്ക് നമ്മുടെ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. -MB, mass of the bullet, എന്താ 0.02 into VB 150 ആണ്, divided by MP, mass of the pistol എത്രയാണ്? 2 കിലോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ 2ഉം 2ഉം ക്യാൻസൽ ആയി പോയിട്ട് ഇവിടെ 0.01 എന്ന് വന്നു. 150 into 0.01 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 1.5. നെഗറ്റീവ് സൈൻ ഉണ്ട്. അപ്പോൾ VP, recoil velocity of the pistol is -1.5 meter per second. ഇവിടെ ഈ നെഗറ്റീവ് വന്നതിന്റെ അർത്ഥം തന്നെ എന്താണ്? ബുള്ളറ്റ് മുന്നിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് പിസ്റ്റൾ പുറകിലോട്ടാണ് മൂവ് ചെയ്യുക. ആ പിസ്റ്റളിന്റെ ബാക്കിലോട്ടുള്ള വലിച്ചലിനെയാണ് നമ്മൾ റീകോയിൽ എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ നമ്മളുടെ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോഴും നമുക്ക് ആ നെഗറ്റീവ് സൈൻ കിട്ടി. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ബുള്ളറ്റിന്റെയും പിസ്റ്റളിന്റെയും ആഫ്റ്റർ ഫയറിംഗ് മൂവ്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ബുള്ളറ്റ് ഫോർവേഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ പിസ്റ്റള് ബാക്ക്വേർഡ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രോബ്ലം എങ്ങനെയാ സോൾവ് ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലായല്ലോ. ആൻസർ -1.5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് കിട്ടാനും പറ്റി. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം ബുള്ളറ്റും പിസ്റ്റളും ഒന്നുമല്ല, 2 പെൺകുട്ടികളുടെ ചോദ്യമാണ്. A girl of mass 40 kilogram jumps with a horizontal velocity of 5 meter per second onto a stationary cart with a frictionless wheels. The mass of the cart is 3 kg. What is her velocity as the cart start moving? 2 പെൺകുട്ടികളില്ല, ഇവിടെ 1 പെൺകുട്ടിയുള്ളൂ കേട്ടോ. Assume that there is no external unbalanced force working in the horizontal direction. കാരണം ഇങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമുക്ക് law of conservation of momentum apply ചെയ്യാൻ പറ്റുന്നത്. There should not be any external unbalanced forces acting. ഇവിടെ ഏതാണ് 2 സിസ്റ്റംസ്? നേരത്തെ ചോദ്യത്തില് ബുള്ളറ്റും പിസ്റ്റളും ആയിരുന്നു 2 ഒബ്ജക്റ്റ്. ഇവിടെ ആണെങ്കിലോ ഒരു ഗേളും ഒരു കാർട്ടുമാണ് 2 ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവരുടെ ഈ ഗേള് ജമ്പ് ചെയ്യുന്നതിനേക്കാളും മുന്നേ ഗേളിന്റെയും കാർട്ടിന്റെയും വെലോസിറ്റി എന്താണ്? ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇതാണ് ഈ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ചോദ്യം ഒന്നും കൂടെ വായിച്ച് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ഒക്കെ ഒന്ന് എഴുതി വെച്ച് നോക്കാം. A girl of mass 40 kg. അപ്പൊ ഇവിടെ mg എന്ന് എഴുതി. mg എന്ന് ഞാൻ എഴുതുന്നത് mass of the girl എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, which is 40 kilogram. Jumps with a horizontal velocity. അതായത് initial velocity of the girl is 5 meter per second onto a stationary cart. Stationary എന്ന് വെച്ചാൽ എന്താ മീനിങ്? Initial velocity of the cart is 0. അപ്പൊ UC നമുക്ക് എന്തെഴുതാം? 0 എന്ന് എഴുതാം. ഇനി എന്തൊക്കെയാ തന്നിരിക്കുന്നത്? Mass of the cart is 3 kg. അപ്പോ MC is equal to 3 kilogram. ഇനി ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഗേള് കാർട്ടിനകത്തോട്ട് ജമ്പ് ചെയ്തപ്പോ, ഇതായിരുന്നു നമ്മളുടെ ഗേള്, ഇത് ഒരു കാർട്ടാണെന്ന് വിചാരിക്കാം. ഇതിനകത്തോട്ട് ജമ്പ് ചെയ്ത് കഴിഞ്ഞാല് ആഫ്റ്റർ ജമ്പിങ് എന്താ സംഭവിക്കുക? ഈ ഗേളും കാർട്ടും ഒരേ സ്പീഡിലാണ് മൂവ് ചെയ്യുക അല്ലെ. ഇനി ഇത് രണ്ടും ഒറ്റ സിസ്റ്റം ആയിട്ട് മാറുവാണ്. അപ്പൊ ഫൈനൽ വെലോസിറ്റി ഓഫ് ദ ഗേൾ and the final velocity of the cart will be equal.
നമുക്ക് അതുകൊണ്ട് തന്നെ ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് അതിന് v എന്ന് മാത്രം എഴുതാം. അപ്പൊ ചോദ്യം എല്ലാവർക്കും കൃത്യമായിട്ട് ഇതിന്റെ അനാലിസിസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു ഗേള് സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു കാർട്ടിലോട്ട് ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗേളും കാർട്ടും ഒരേപോലെ മൂവ് ചെയ്യും അല്ലെ. അതുകൊണ്ട് തന്നെ ഫൈനൽ വെലോസിറ്റി ഓഫ് ദ ഗേളും ഫൈനൽ വെലോസിറ്റി ഓഫ് ദ കാർട്ടും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടത്തെ രണ്ട് സിസ്റ്റംസ് എന്ന് പറയുന്നത് ഒന്ന് ഗേള്, രണ്ടാമത്തേത് കാർട്ട്. ഇവിടെയും നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ ഫോർമുല യൂസ് ചെയ്യാം. ഇവിടെ m1u1 എന്ന് പറയുന്നതിന് പകരം ഞാൻ എന്താ എഴുതാൻ പോകുന്നത്, mg(ug) പ്ലസ് ഇനീഷ്യൽ മൊമെന്റം ഓഫ് ദ കാർട്ടിന് എന്താ എഴുതാം, mc(uc) is equal to ഫൈനൽ മൊമെന്റം ഓഫ് ദ ഗേളിനെ ഞാൻ mg(v) എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ, vg എന്ന് എഴുതുന്നില്ല. കാരണം vgയും vcയും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് അതിന് രണ്ട് രീതിയിൽ എഴുതേണ്ട കാര്യമില്ല, v എന്ന് മാത്രം എഴുതിയാൽ മതി. പ്ലസ് മൊമെന്റം ഓഫ് ദ കാർട്ട്, ഫൈനൽ മൊമെന്റം ഓഫ് ദ കാർട്ട് എത്ര വരിക, mcv. ഇവിടെ അതുകൊണ്ട് തന്നെ നമുക്ക് v കോമൺ ഫാക്ടർ ആയിട്ട് എടുത്തിട്ട് mg പ്ലസ് mc എന്ന് എഴുതാം. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നതും ഈ v ആണ്, ഫൈനൽ വെലോസിറ്റി ഓഫ് ദ ഗേൾ ആൻഡ് ദ കാർട്ട്. v is equal to ഈ ഒരു ഭാഗത്തിന് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരും. ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ ഉള്ളത് അവിടെ ഡിവിഷൻ ആയിട്ട് വരും. അപ്പൊ എന്താ വരിക, mgug പ്ലസ് mcuc ഡിവൈഡഡ് ബൈ mg പ്ലസ് mc. ഇനി നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എന്തൊക്കെയാ തന്നിരിക്കുന്ന വാല്യൂസ്, mg തന്നിട്ടുണ്ട് 40 ആണ്, ug തന്നിരിക്കുന്നത് 5 എന്നാണ്. അപ്പൊ ഇവിടെ ഞാൻ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. 40 into 5 പ്ലസ് uc, ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ കാർട്ട് 0 ആയിരുന്നു. കാരണം ഗേള് ജമ്പ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ കാർട്ട് സ്റ്റേഷനറി എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷൻ 0 ആയി മാറും. കാരണം മാസ് ഓഫ് ദ കാർട്ട് എത്രയായാലും അതിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 തന്നെയാണല്ലോ വരുന്നത്. ഡിവൈഡഡ് ബൈ mg പ്ലസ് mc. mg എത്രയാണ്, 40, mc എത്രയാണ്, 3. 40 പ്ലസ് 3 എത്രയാ, 43. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയത് എത്രയാ, 4 into 5 2 ആണ്. അപ്പൊ 200 ഡിവൈഡഡ് ബൈ 43. ഈ 200 ഡിവൈഡഡ് ബൈ 43 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഫൈനൽ വെലോസിറ്റി കിട്ടും. അപ്പൊ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ എത്രയാണ് വരുന്നത്, 200 by 43 എന്ന് പറയുമ്പോൾ അറൌണ്ട് 4.65 മീറ്റർ പെർ സെക്കൻഡ് ആണ് വരുന്നത്. ഡിവിഷൻ എല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായല്ലോ അല്ലെ. അടുത്തൊരു ചോദ്യത്തിലോട്ട് പോകാം. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അവസാനമായിട്ട് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലം കൂടിയാണ് കേട്ടോ. 2 ഹോക്കി പ്ലെയേഴ്സ്. ഇവിടെ സിസ്റ്റത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള രണ്ട് ഒബ്ജക്റ്റ് ഏതൊക്കെയാണ്, 2 ഹോക്കി പ്ലെയേഴ്സ് ആണ്. ആദ്യത്തെ ചോദ്യത്തില് അതൊരു ബുള്ളറ്റും പിസ്റ്റളും ആയിരുന്നു. രണ്ടാമത്തെ ചോദ്യത്തിൽ ഒരു ഗേളും കാർട്ടും ആയിരുന്നു. ഈ ചോദ്യത്തില് 2 ഹോക്കി പ്ലെയേഴ്സ് ആണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓഫ് ഓപ്പോസിറ്റ് ടീംസ് while trying to hit a hockey ball on the ground collide and immediately become entangled. One has a mass of 60 kg. അപ്പോ mass of the first hockey player, അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ m1 എന്ന് എഴുതുന്നു. It is 60 kg and was moving with a velocity of 5 meter per second. അപ്പൊ ഇനീഷ്യലി ആ പ്ലെയറുടെ വെലോസിറ്റി 5 meter per second ആയിരുന്നു. While the other has a mass of 55 kg. അതായത് m2 എന്ന് പറയുന്നത് 55 kg ആണ്. And was moving faster with a velocity of 6 meter per second towards the first player. അപ്പൊ u2 എന്ന് പറയുന്നത് 6 meter per second ആണ്. പക്ഷേ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 2 ഓപ്പോസിറ്റ് ടീമിലുള്ള ഹോക്കി പ്ലെയേഴ്സ് ആണ്. അപ്പോ ഇതാണ് ഒരു പ്ലെയർ, ഇതാണ് രണ്ടാമത്തെ പ്ലെയർ എന്ന് വെച്ചാൽ ഒരാള് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് പ്ലെയർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യാൻ പോകുന്നത് അല്ലെ. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ ഫസ്റ്റ് പ്ലെയർ നമ്മൾ പോസിറ്റീവ് എടുത്താൽ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ സെക്കൻഡ് പ്ലെയർ എങ്ങനെ എടുക്കേണ്ടത്, നെഗറ്റീവ് ആയിട്ട് എടുക്കണം. അപ്പൊ ഇവിടെ u2ന് -6 meter per second എന്ന് കൊടുക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നെഗറ്റീവ് കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇൻ വിച്ച് ഡയറക്ഷൻ ആൻഡ് വിത്ത് വാട്ട് വെലോസിറ്റി will they move after they become entangled?
ഫൈനൽ വെലോസിറ്റി ഓഫ് ദ പ്ലെയേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഈ രണ്ട് പ്ലെയേഴ്സ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവര് ഇങ്ങനെ കെട്ടുപിണഞ്ഞു എന്ന് പറഞ്ഞു, എൻടാങ്കിൾഡ് ആയി എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? രണ്ടുപേരും കെട്ടുപിണഞ്ഞു കഴിഞ്ഞാൽ അവർ മൂവ് ചെയ്യുന്നത് സെയിം സ്പീഡിലായിരിക്കും. അപ്പൊ ഫൈനൽ വെലോസിറ്റി ഓഫ് ബോത്ത് ദ പ്ലെയേഴ്സ് വിൽ ബി ഈക്വൽ. നമുക്ക് അതുകൊണ്ട് തന്നെ v1 is equal to v2. അപ്പൊ നമുക്ക് അതിന് v എന്ന് എഴുതാം. മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ ഇതാണ് ഈ ചോദ്യത്തിന്റെ അനാലിസിസ് പാർട്ട്. എന്തൊക്കെ സംഭവങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഇവിടെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്താ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ ഫോർമുല തന്നെയാണ്. അതായത് m1 u1 plus m2 u2 is equal to m1v plus m2v. v എന്ന് എഴുതാൻ കാരണം രണ്ടുപേരും എൻടാങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരേ സ്പീഡിലാണ് മൂവ് ചെയ്യുക. അപ്പൊ ഇവിടെ നിന്ന് v കോമൺ ഫാക്ടർ ആയിട്ട് എടുത്താൽ into m1 plus m2 എന്ന് എഴുതാം. v ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ m1 plus m2 നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്താ വരിക? m1 u1 plus m2 u2 divided by m1 plus m2. ഇനി നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടി. m1 എത്ര തന്നിരിക്കുന്നത്? m1 is 60, u1 is 5. അപ്പൊ ആദ്യം നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 60 into 5 plus m2 എത്രയാണ് തന്നിരിക്കുന്നത്? m2 is 55, u2 is -6. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് 55 into -6 എന്നാണ് എഴുതേണ്ടത് കേട്ടോ. ഡിവൈഡഡ് ബൈ m1 plus m2. 60 plus 55 എത്ര വരിക? 115. ഇനി ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. which is 60 into 5 എന്ന് പറയുമ്പോൾ 300 plus minus വരുമ്പോൾ minus 55 into 6 എത്രയാ വരിക? 330 അല്ലേ? ഡിവൈഡഡ് ബൈ 115. ഇതിന്റെ ആൻസർ -30 ഡിവൈഡഡ് ബൈ 115 എന്നാണ് വരിക അല്ലെ? -30 ഡിവൈഡഡ് ബൈ 115 നമ്മൾ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ എത്ര ആൻസർ കിട്ടാൻ പോകുന്നത്? -0.26 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് റഫ്ലി നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ. അപ്പൊ ഇവിടെ നമുക്കൊരു നെഗറ്റീവ് സൈൻ ആണ് ആൻസറിൽ വന്നിരിക്കുന്നത്. നമ്മൾ തിരിച്ച് ചോദ്യത്തിലോട്ട് ഒന്ന് നോക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഇൻ വിച്ച് ഡയറക്ഷൻ ആൻഡ് വിത്ത് വാട്ട് വെലോസിറ്റി. അപ്പൊ വെലോസിറ്റിയുടെ ഉത്തരം നമുക്ക് കിട്ടി എത്രയാ? -0.26. ആ മൈനസ് കണ്ടതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഡയറക്ഷനിലാണ് ഈ രണ്ട് പ്ലെയേഴ്സ് മൂവ് ചെയ്യുന്നത് മനസ്സിലായി. കാരണം ഇനീഷ്യലി നെഗറ്റീവ് സൈൻ കൊടുത്തിരിക്കുന്നത് ഏത് പ്ലെയറുടെ വെലോസിറ്റിക്കാണ്? സെക്കൻഡ് പ്ലെയറുടെ വെലോസിറ്റിക്കാണ് മൈനസ് സൈൻ കൊടുത്തിരുന്നത്. നമുക്ക് ഉത്തരം കിട്ടിയതും മൈനസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഡയറക്ഷനിലാണ് ഈ പ്ലെയേഴ്സ് ഈ ഹിറ്റിങ്ങിന് ശേഷം മൂവ് ചെയ്യാൻ പോകുന്നത്? ഇൻ ദ ഡയറക്ഷൻ along the സെക്കൻഡ് പ്ലെയർ. അതായത് രണ്ടാമത്തെ പ്ലെയറിന്റെ ഡയറക്ഷനിലാണ് ഇവർ രണ്ടുപേരും ആഫ്റ്റർ കൊളീഷൻ മൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വെലോസിറ്റിയുടെ വാല്യൂ 0.26 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്? along the direction of the second player. അത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? കാരണം ഫസ്റ്റ് പ്ലെയറിന്റെ ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുത്തിരുന്നത്, സെക്കൻഡ് പ്ലെയറിൻ്റെതാണ് നെഗറ്റീവ് ആയിട്ട് എടുത്തത്. നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ആൻസർ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫൈനലി രണ്ട് പ്ലെയേഴ്സും കൂടെ സെക്കൻഡ് പ്ലെയറിന്റെ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ മൂന്ന് ചോദ്യങ്ങളും എങ്ങനെയാ സോൾവ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ഈ മൂന്ന് ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്തത്. ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മളുടെ ഫൈനൽ എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ് മീ. ഹാവ് എ വണ്ടർഫുൾ ഡേ അഹെഡ് ടു ഓൾ ഓഫ് യു.